ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. തിരുവാതിര ഐതിഹ്യങ്ങളുടെയും ആത്മസമർപ്പണത്തിന്റെയും മഹോത്സവം. കേരളീയ സംസ്കാരത്തിൽ സ്ത്രീത്വത്തിന്റെ അടയാളമായാണ് ധനുമാസത്തിലെ തിരുവാതിരയെ കണക്കാക്കപ്പെടുന്നത്. മഞ്ഞ് വീഴുന്ന ധനുമാസ രാവുകളെ നക്ഷത്രങ്ങൾ സാക്ഷിയാക്കി മലയാളി മംഗമാർ അനുഷ്ഠിക്കുന്ന ഈ വ്രതം വെറുമൊരു ആചാരമല്ല. അത് പ്രപഞ്ച ശക്തികളായ ശിവന്റെയും പാർവതിയുടെയും അനശ്വരമായ പ്രണയത്തിന്റെയും കാമദാഹത്തിന്റെയും അതിനുശേഷം ലഭിച്ച അമരത്വത്തിന്റെയും ഇതിഹാസമാണ്. തിരുവാതിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം ജഗത് പിതാവായ ശിവനും ജഗത് മാതാവായ പാർവതി ദേവി ഒന്നായതുമായി ബന്ധപ്പെട്ടതാണ്. ദക്ഷാഗ്നിയിൽ അപമാനഭാരത്താൽ സതീദേവി ദേഹത്യാഗം ചെയ്യുന്നു. പ്രിയതമയുടെ വിയോഗത്തിൽ മനം നൊന്ത് ഭഗവാൻ ശിവൻ സർവ്വതും വെടിഞ്ഞ് ഹിമാലയത്തിൽ ദീർഘമായ സമാധിയിൽ മുങ്ങി. സതീദേവി പിന്നീട് ഹിമവാന്റെ മകളായി പാർവതി എന്ന പേരിൽ ജനിച്ചു. തന്റെ പൂർവ്വജന്മപതിയായ ഭഗവാനെ തന്റെ ഭർത്താവായി ലഭിക്കാൻ ദേവി നിശ്ചയിച്ചു. എന്നാൽ തപസ്സിലിരിക്കുന്ന ശിവനെ പ്രീതിപ്പെടുത്തുക എന്നത് അസാധ്യമായിരുന്നു. രാജകുമാരിയായ പാർവതി കാട്ടിൽ പോയി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. വേനൽക്കാലത്ത് ചുറ്റും തീ കൂട്ടി അതിന്റെ നടുവിൽ നിന്നും ശീതകാലത്ത് തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിന്നുകൊണ്ടും ദേവി പ്രാർത്ഥിച്ചു. ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ആ കാലഘട്ടത്തിലാണ് ദേവിക്ക് അപർണ എന്ന പേര് ലഭിക്കുന്നത്. ഇലകൾ പോലും ഭക്ഷിക്കാത്തവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഒടുവിൽ ഒരു ധനുമാസത്തിലെ തണുപ്പുള്ള രാത്രിയിൽ തിരുവാതിര നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ആ ഒരു പുണ്യ മുഹൂർത്തത്തിൽ ഭഗവാൻ ശിവൻ പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവിയെ തന്റെ പകുതിയായി സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറായി. അതായത് അർദ്ധനാരീശ്വര സങ്കല്പം. ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സ്നേഹവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏത് തപസ്സും വിജയിക്കുമെന്നതാണ്. സ്ത്രീകൾ തിരുവാതിര വ്രതം നോക്കുന്നത് പാർവതി ദേവിയുടെ ആത്മസമർപ്പണത്തെ സ്മരിച്ചുകൊണ്ടാണ്. തിരുവാതിരയിലെ പ്രശസ്തമായ തുടിച്ചുകുളിക്കും പാതിര പൂച്ചൂടലിന് പിന്നിൽ കാമദേവന്റെ വികാര നിർഭരമായ ഒരു കഥയുണ്ട്. താരകാസുരനെ വധിക്കാൻ ശിവപുത്രന് മാത്രമേ കഴിയൂ എന്ന സ്ഥിതി വന്നു. എന്നാൽ സമാധിയിലുള്ള ശിവനെ ഉണർത്താൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. ഒടുവിൽ ദേവന്മാർ കാമദേവനെ ആ ദൗത്യമേൽപ്പിച്ചു. കാമദേവൻ തന്റെ പുഷ്പബാണം ശിവന് നേരെ തൊടുത്തു. ഭഗവാന്റെ ധ്യാനം മുറിഞ്ഞു. കോപിഷ്ഠനായ ഭഗവാൻ തന്റെ തൃക്കണ്ണു തുറന്നു മുന്നിൽ കണ്ട കാമദേവനെ നിമിഷ നേരം കൊണ്ട് ഭസ്മമാക്കി. കാമദേവന്റെ പത്നിയായ രതീദേവിയുടെ വിലാപം കൈലാസത്തെ വിറപ്പിച്ചു. പാർവതി ദേവിയും രതിയോടൊപ്പം ഭഗവാനോട് അപേക്ഷിച്ചു. ഒടുവിൽ ശാന്തനായ ഭഗവാൻ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കാമദേവന് പുനർജന്മം നൽകി. എന്നാൽ എല്ലാവർക്കും കാണാൻ കഴിയാത്ത അനന്തൻ, അതായത് ശരീരമില്ലാത്തവൻ ആയി സ്നേഹമായി മാത്രം കാമദേവൻ നിലനിൽക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. കാമദേവൻ പുനർജനിച്ചതിന്റെ സന്തോഷത്തിലാണ് സ്ത്രീകൾ പുഴകളിൽ തുടിച്ചു കുളിക്കുന്നതും കൈകൾ കൊണ്ട് വെള്ളത്തിൽ താളാത്മകമായി അടിച്ച് ശബ്ദമുണ്ടാക്കുന്നത് എന്നും വിശ്വസിക്കുന്നു. ഈ സന്തോഷം കാമദേവന്റെ വരവിനെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. തിരുവാതിരയ്ക്ക് പിന്നിൽ മറ്റൊരു കഥയും കൂടിയുണ്ട്. ഇത് ഭക്തവത്സലയായ പാർവതി ദേവിയുടെ കരുണയെ വ്യക്തമാക്കുന്ന കഥയാണ്. ഐതിഹ്യപ്രകാരം പണ്ട് അതിഭക്തയായ ഒരു സുമംഗലിക്ക് തന്റെ ഭർത്താവിനെ അകാലത്തിൽ നഷ്ടപ്പെടുന്നു. തന്റെ ദാമ്പത്യം തകർന്നതിൽ വിലപിച്ച ആ പെൺകുട്ടി പാർവതി ദേവിയെ ശരണം പ്രാപിച്ചു. ദേവി തന്റെ പതിയായ ശിവനോട് ആ യുവാവിനെ മരണത്തിൽ നിന്ന് തിരികെ നൽകാൻ അപേക്ഷിച്ചു. ഭഗവാൻ ആ സ്ത്രീയുടെ ഭക്തിയിൽ പ്രീതനായി മരണദേവനായ യമധർമ്മനിൽ നിന്ന് അവളുടെ ഭർത്താവിന്റെ ജീവനെ മോചിപ്പിച്ചു. ഈ പുണ്യ സംഭവം നടന്നതും ഒരു തിരുവാതിര നാളിലാണെന്നും വിശ്വാസം. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് സുമംഗലികൾ തന്റെ ഭർത്താവിന്റെ ആയുസ്സിനും ഐശ്വര്യത്തിനും തിരുവാതിര വ്രതം നോക്കുന്നത് എന്നും ഇതൊരു മഹാവ്രതമായി അനുഷ്ഠിക്കുന്നതെന്നും കരുതപ്പെടുന്നു. ഈ ഐതിഹ്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് സ്ത്രീത്വത്തിന്റെ കരുത്തിലും ഭക്തിയിലുമാണ്. പാർവതി ദേവിയുടെ തപസ്സിന്റെ വിശുദ്ധിയും രതീദേവിയുടെ പ്രണയത്തിന്റെ ആഴവും
ഭഗവാൻ ശിവന്റെ കാരുണ്യവുമാണ് ഓരോ തിരുവാതിരയും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവാതിര ആശംസകൾ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.